Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ കൊമേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? ഇന്നെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. അതിനുശേഷം അത് അപ്ലൈ ചെയ്യേണ്ട ടൈമിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കൃത്യമായിട്ട് ഇനിയുള്ള ആ ചുരുങ്ങിയ സമയം മാക്സിമം എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, നേടിയെടുക്കുക, സെറ്റ് എക്സാം നേടിയെടുക്കുക. നമുക്കറിയാം നമ്മൾ ഹയർ സെക്കൻഡറി അധ്യാപകനാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഒരു ഗസ്റ്റായിട്ട് പോലും നമുക്ക് പോകണമെങ്കിൽ എന്ത് വേണം, സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആകണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ എം.കോം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, എം.കോം കംപ്ലീറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല, എം.കോം കംപ്ലീറ്റഡ് ആയി ബി.എഡ് എടുത്തിട്ടില്ല. ബി.എഡിൻ്റെ ആവശ്യമില്ല അല്ലെ, ബി.എഡിൻ്റെ ആവശ്യമില്ല സെറ്റ് എക്സാം എഴുതാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് കൊമേഴ്സ് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ബി.എഡ് എടുക്കാനായിട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, സെറ്റിന് അപ്ലൈ ചെയ്ത് എഴുതുക. ബി.എഡ് ഒക്കെ നിങ്ങൾ പയ്യെ എടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആദ്യം തന്നെ ക്വാളിഫൈഡ് ആകാനായിട്ട് ശ്രമിക്കുക. സെറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ബി.എഡിന് ആവശ്യമില്ല, നിങ്ങൾ നേരത്തെ തന്നെ എഴുതാം. കൊമേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കൊമേഴ്സ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എക്സാം എഴുതാനായിട്ട് എന്തിൻ്റെ ആവശ്യമില്ല, ബി.എഡിൻ്റെ ആവശ്യമില്ല. ബി.എഡ് നിങ്ങൾ വഴിയെ എഴുതിയെടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റിന് രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ. ഉടനെ തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ സെറ്റ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഡൗട്ടുകളുണ്ട് കുട്ടികൾക്ക്. ഈ ഓരോ തവണയും സെറ്റ് എക്സാം എങ്ങനെയായിക്കൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഒരു നെറ്റിൻ്റെ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ സെറ്റ് പഠിക്കണം, സിലബസിൽ ഏതെല്ലാം ഏരിയ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ്. ഇപ്പം നിങ്ങൾ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കാണാം, നമ്മളുടെ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇപ്പം ഈ ഫോട്ടോയിലേക്ക് അടുത്ത ഒരു ബാച്ച് റിസൾട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ഓരോരുത്തരും കാണണം. നമ്മളുടെ മീറ്റപ്പിൽ വരുമ്പോഴത്തേക്കിന് വിഷ്ണു സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ആ ഒരു വീഡിയോ കണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ഇവിടെ എത്തി നിൽക്കുകയാണ്, മീറ്റപ്പിൽ ഇവിടെ എത്തി നിൽക്കുകയാണ്, ഞാൻ ക്വാളിഫൈഡ് ആയി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളല്ലാതെ പിന്നെ ആര് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി സെറ്റിന് A to Z കാര്യങ്ങൾ, കൊമേഴ്സ് ആണോ, ഇവിടെ വിഷ്ണുമാഷ് ഉണ്ട്, വിഷ്ണുമാഷ് സെറ്റാണ്. നിങ്ങൾക്ക് സെറ്റ് എടുത്ത് തരാനായിട്ട് വിഷ്ണുമാഷ് ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്, അതായത് 116 എന്നുള്ള ഒരു മാർക്കിലേക്കല്ല, അതായത് കൃത്യം മാർക്ക് നേടി നിങ്ങൾ ക്വാളിഫൈഡ് ആകുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നേടിച്ച് നിങ്ങളെ എന്ത് ചെയ്യുക, ക്വാളിഫൈഡ് ആക്കുക എന്നുള്ളതാണ് CCയുടെ ഉദ്ദേശം. അതായത് നമുക്കറിയാം 120 മാർക്ക് സബ്ജക്റ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതിൽ 100ൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലേക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് മേടിച്ച് തന്നെ നിങ്ങളെ ക്വാളിഫൈഡ് ആക്കും. അതിൽ കൊമേഴ്സ് പേപ്പർ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ A to Z കാര്യങ്ങൾ ഞാൻ സെറ്റായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളുടെ കുട്ടികൾ ഇതന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അടുത്തത് എൻ്റെ മുന്നിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഐശ്വര്യ ആകാം, അഖിലാകാം, അമലാകാം, ആരാൾക്കാണോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ഫോട്ടോ അടുത്തത് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം, നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളുടെ CCയിലെ 90 ഡേയ്സ് ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. CCയിലെ 90 ഡേയ്സ് ബാച്ച് നമ്മൾ ഉടൻ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണോ? ഇവിടെ 90 ഡേയ്സ് ബാച്ചുമായിട്ട് ഞങ്ങൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ എല്ലാം അവൈലബിൾ ആണ്. സെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഏറ്റവും നല്ല ഒരു ചോയ്സ് ആണ് ഏതെന്ന് പറയുന്നത്, CC എന്ന് പറയുന്നത്. CC അല്ലാതെ മറ്റാരുമില്ല. സെറ്റ് കൊമേഴ്സ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ സെറ്റ് കൊമേഴ്സ് നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ 90 ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നോക്കിയേ, നമ്മളുടെ സിലബസ് ആണ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊമേഴ്സിന്റെ സിലബസ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സാർ എന്തിനാണ് സിലബസ് കാണിക്കുന്നതെന്ന് തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഏത് ഏരിയയിൽ നിന്നാണ് വെയിറ്റേജ് കൊടുത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, മാനേജ്മെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതിനകത്ത് പ്രധാനമായിട്ട് 5 മൊഡ്യൂളുകളുണ്ട് അല്ലെ. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4,
മൊഡ്യൂൾ 5 5 മൊഡ്യൂളുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 5 മൊഡ്യൂളുകളിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ ഈ 5 മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കരുതാത്ത ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഈ മൊഡ്യൂൾ 1-നകത്ത് നമുക്ക് എന്ത് പറയുന്നുണ്ട്, മാനേജ്മെന്റിന്റെ എവല്യൂഷൻ പറയുന്നുണ്ട്. എവല്യൂഷൻ അതായത് നമ്മളുടെ ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, ബ്യൂറോക്രാറ്റിക് തിയറി, അങ്ങനെയുള്ള ഏരിയകൾ ഉറപ്പാണ് മക്കളെ. ഒരു മാത്സ് ഫോളോയിങ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ 1-2 ക്വസ്റ്റ്യനുകൾ ആ ഏരിയയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളുടെ ഏതെന്ന് പറയുന്നത് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റും അതിൻ്റെ അപ്രോച്ചുകളും അതിൻ്റെ ഡിസിഷനുകളും. മൊഡ്യൂൾ 4 മസ്റ്റായിട്ട് പഠിക്കണം. ഈ 2 മൊഡ്യൂളുകൾ നിങ്ങൾ ഫോക്കസ്, എല്ലാ മൊഡ്യൂളുകളും പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. ഈ 2 മൊഡ്യൂളുകളിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യാറുണ്ട്, മാനേജ്മെന്റിന്റെ ഏരിയകളിൽ നിന്ന് കയറി വരാറുണ്ട്. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾ 2-നകത്ത് ഓരോന്ന് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോട്ടിവേറ്റിംഗ് പഠിക്കാതെ ഒരു കാരണവശാലും പോകരുത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മോട്ടിവേഷൻ തിയറിയും ലീഡർഷിപ്പ് തിയറിയും പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത്, പോകരുത്. ആൻഡ് ദെൻ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസീസ് ആൻഡ് MIS. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ മൊഡ്യൂള് കൃത്യമായിട്ട്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് അല്ലെ, എക്കണോമിക്, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, സോഷ്യൽ, കൾച്ചർ, ഈ എൻവയോൺമെന്റുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, നമുക്ക് ആൻസർ ചെയ്ത് കിട്ടും, ഷുവറായിട്ട് കിട്ടുന്നതാണ്. ആ ഏരിയ പഠിക്കാതിരിക്കരുത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ എന്താണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ആ ഒരു ഏരിയ, ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, അതിലെ പോവർട്ടി, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി, അത് ആ ഒരു ഏരിയ പഠിക്കണം. ദെൻ അടുത്തതാണ് മൊഡ്യൂൾ 3 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പോയിന്റ് പോലും ഒഴിവാക്കരുത്. മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യനുകൾ ഞാൻ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരും. മൊഡ്യൂൾ 3-ക്കകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. WTO, വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ IMF, WTO, വേൾഡ് ബാങ്ക്, ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു സെറ്റ് എക്സാം നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. IMF-ഉം വേൾഡ് ബാങ്കും WTO-യും ഇല്ലാതെ എന്തില്ല, സെറ്റ് കൊമേഴ്സ് എക്സാം ഇല്ല. ഈ ഏരിയ പഠിക്കാതെ പോകുന്നവന്മാർ മണ്ടന്മാരല്ലേ? അതെ, മണ്ടന്മാരാണല്ലേ. ഈ ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ഇഷ്ടം പോലെയാണ് സൈറ്റിൽ അവൈലബിൾ ആകുന്നത്, മൊത്തം ഡൗൺലോഡ് ചെയ്യണം, വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. CC അങ്ങനെയാണ്. എല്ലാ ക്വസ്റ്റ്യനും മാറി വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കും, കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റാക്കി വിടും. ആൻഡ് പിന്നെ നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, എക്സിം പോളിസി, ലിബറലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു മൊഡ്യൂള്, 4th മൊഡ്യൂള് ഷുവറാണ്. 4th മൊഡ്യൂളിൽ നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിനകത്തെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോകണം. സിലബസ് നോക്കുമ്പോൾ കവർ ചെയ്ത് കൃത്യമായിട്ട് പോകേണ്ട 3 മൊഡ്യൂളുകളാണ്. നെക്സ്റ്റ് വൺ ആണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതിലെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള, ഇതിനകത്ത് നിങ്ങൾ എന്തായാലും എന്താണ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ, കൺവെൻഷനുകൾ, സ്റ്റാൻഡേർഡുകൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ യൂണിറ്റുകളും എടുത്തോ, ആദ്യത്തെ മൊഡ്യൂള് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ യൂണിറ്റുകളുടെയും ആദ്യത്തെ മൊഡ്യൂളുകളാണ് സെറ്റ് എക്സാമിന് കൂടുതലായും ക്വസ്റ്റ്യനുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളിൽ നിന്നും അക്കൗണ്ടിങ് കൺവെൻഷനുകളിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷനാണ് ഏതെന്ന് പറയുന്നത് കൺസർവേറ്റിസം. നിങ്ങൾ നോക്കിക്കോ, കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺവെൻഷനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് നോക്കിയേ. സെറ്റ് കൊമേഴ്സിന് കൺസർവേറ്റിസം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് നോക്കിയേ. വളരെ വിരളമായിരിക്കും അല്ലെ, വിരളമായി മാത്രമേ കാണുകയുള്ളൂ. മിക്കവാറും എന്താണ് എനിക്ക് തോന്നുന്നു 2018-19 സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെല്ലാം കൂടുതൽ ക്വസ്റ്റ്യനുകളും ഏതിനകത്തു നിന്നായിരുന്നു, ഈ ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരാറായിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നോൺ ട്രേഡിംഗ് ഫേം ആണ്, അത് അങ്ങനെ അധികം കാണാറില്ല. പിന്നെ നമുക്ക് ഉള്ളതാണ് മൊഡ്യൂൾ 4. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ. നിങ്ങൾ ഉറപ്പിച്ചോ, ഇതില്ലാത്ത അമാൽഗമേഷന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഈ 2 മൊഡ്യൂളുകളും, ഇതിലെ ഈ 2 മൊഡ്യൂളുകളും
കൃത്യമായി പഠിക്കുന്ന ആളുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കീ പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കണം. ഏതിൽ നിന്നാണ് ഈ മറ്റു മൊഡ്യൂളുകളിൽ നിന്ന് വരില്ല എന്നല്ല, ഈ 2 മൊഡ്യൂളുകളിൽ നിന്ന് വരാതിരിക്കില്ല, ഷുവറാണ്, വരാതിരിക്കില്ല, ഷുവറാണ്. അതുകൊണ്ട് എന്ത് ചെയ്തോണം, പഠിച്ചോണം മക്കളെ. ഈ 2 മൊഡ്യൂളുകളും കൃത്യമായി പഠിച്ചോണം. അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇത് നമുക്ക് പഠിക്കാനായിട്ട് ഇത് ഫസ്റ്റ് പേപ്പറിനകത്തും വരുന്നുണ്ട് അല്ലെ, ഫസ്റ്റ് പേപ്പറിനകത്തും വരുന്നുണ്ട്. സോ ഞങ്ങളൊക്കെ എന്താണ് ലീസ്റ്റ് പ്രയോറിറ്റി ആണ് ഇവിടെ ഇതിന് കൊടുക്കുന്നത്. ഫസ്റ്റ് പേപ്പറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് റിസർച്ച് ഒന്നും നമ്മൾ ഇതിനകത്ത് പഠിക്കില്ല. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്, നമ്മളുടെ LPP അല്ലെ, ലീനിയർ പ്രോഗ്രാമിങ്, PERT, CPM, ഈ ഒരു അതായത് മൊഡ്യൂൾ 5 കൃത്യമായിട്ട് പഠിക്കണം. OR ഓപ്പറേഷൻ റിസർച്ച് കൃത്യമായിട്ട് നോക്കണം. ഈ 4-5 മൊഡ്യൂൾ ഇവിടെ നോക്കുക. ഇവിടെ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൊഡ്യൂൾ 1ഉം 2ഉം ഒക്കെ നമ്മൾ എവിടെ പഠിക്കും, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് പേപ്പർ 1നകത്ത് കൃത്യമായിട്ട് പഠിക്കും. അത് നിങ്ങൾ ഒരു കാരണവശാലും ആ സമയത്ത് പഠിക്കാതിരിക്കരുത്. ആ സമയത്ത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് പേപ്പർ 1നകത്തും പേപ്പർ 2നകത്തും CC എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു 2 മൊഡ്യൂളുകൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചോണം. ഇതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനകത്ത് അതിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ചിന്റെ ടൈപ്സ്, റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തിസിസ്, അങ്ങനെ സാമ്പിളിംഗ് മെത്തേഡുകൾ, സാമ്പിളിംഗ് ടെക്നിക്സുകൾ, ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊന്നും ചോദിക്കുന്നല്ല, ഇത് ഫസ്റ്റ് പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്. 2 മാർക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു 4 മാർക്കിന് ചോദിക്കാം, ഇവിടെ ഒരു 5 മാർക്കിന് ചോദിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോണം, ഈ ഏരിയ, ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും ഒരുപോലെ വരുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആൻഡ് ദെൻ അടുത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മക്കളെ പഠിച്ചോണം, ഉറപ്പായിട്ടും വരുന്നതാണ്. ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ നോക്കിയേ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ. അതിനകത്ത് ഡിസിഷനുകൾ എല്ലാം വരുന്നുണ്ട്. അതുപോലെ 2ാമത്തെ മൊഡ്യൂൾ, ഇത് ഞാൻ ഒഴിവാക്കാനേ പറയുന്നില്ല, ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. എല്ലാ തവണയും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതിനകത്ത് എന്താണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ എസ്റ്റിമേഷന്, അതുപോലെ പ്രൊജക്ട് ഇവാലുവേഷന്, അതുപോലെ തന്നെ എന്താണ് റിസ്ക് മാനേജ്മെന്റ്, ടൈം വാല്യൂ ഓഫ് മണി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതുപോലെ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, അതുപോലെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, നെറ്റ് ഇൻകം അപ്രോച്ച്, ഹൈപ്പോത്തിസിസ്, ഇതെല്ലാം പഠിക്കണം. ഈ മൊഡ്യൂൾ ഞാൻ സ്പെസിഫൈ ചെയ്ത് ഒന്നും പറയുന്നില്ല. ഈ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. മാർക്കറ്റിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഇതിനകത്ത് ഇന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ഒരു തവണ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നിന്നാണെങ്കിൽ ഒരു തവണ ചോദിക്കുന്ന ഏതായിരിക്കും, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി എന്നായിരിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന ചിലപ്പം ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിൽ നിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, A to Z കാര്യങ്ങളും പഠിക്കാനായിട്ട്. അത് നമ്മൾ CCയിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, സെറ്റായിട്ട് ക്ലാസ്സുകളുണ്ട്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്താണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കോസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പഠിക്കുന്ന കുറച്ച് മൊഡ്യൂളുകളാണ് പ്രോസസ് കോസ്റ്റിംഗ് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, അതുപോലെ തന്നെ എന്താണ് PV റേഷ്യോ, ബ്രേക്ക് ഇവൻ അനാലിസിസ്, അങ്ങനെയുള്ള വരുന്ന അത് കൃത്യമായിട്ട് പഠിക്കണം. കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വരുമ്പോഴത്തേക്കിന് നമ്മൾക്ക് അവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവ തമ്മിലുള്ളത്. അതിനകത്ത് ഈ മൊഡ്യൂൾ 4 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മൊഡ്യൂൾ 4 വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇവിടെ റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഇത് പഠിച്ചോ, ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, ഷുവറാണ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഷുവറാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. ഇനി അടുത്താണ് മാർജിനൽ കോസ്റ്റിംഗ്. അതും ഷുവർ ആയിട്ടുള്ളതാണ്. മൊഡ്യൂൾ 5. 4ഉം 5ഉം ഒഴിവാക്കരുത്. ഈ മൊഡ്യൂളിനകത്ത് 4ഉം 5ഉം ഒഴിവാക്കരുത്. ഈ പ്രോസസ് കോസ്റ്റിംഗ് ഒഴിവാക്കരുത്. ഇതാണ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ഒഴിവാക്കരുത്. മാർജിനൽ കോസ്റ്റിംഗ് ഇല്ലാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ് ഒക്കെ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ ഈ ഏരിയയും മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നമുക്ക് 1-2 ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് വരുന്നതാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് എന്താണ് KO, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, KO ഇൻക്രീസസ് വിത്ത് മോർ ഡെപ്റ്റ്. കൂടുതൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്, ഇംപ്രൂവ് ചെയ്യും, മോർ ഡെപ്റ്റ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. overall cost of capital remain constant regardless of the capital structure. Overall cost of capital remain constant regardless of capital structure. അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനകത്ത് പറയുന്നത്. NO അപ്രോച്ചിനകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് വിത്ത്
എന്താണ് മോർ ഇക്വിറ്റി യൂസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതാണെന്ന് നോക്കുക. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് റാൻഡംലി വിത്ത് ക്യാപിറ്റൽ മിക്സ്. ഏതാ മക്കളെ? നമ്മൾ അസംഷൻസ് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് ഇതിനകത്ത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏതാ ആൻസർ വരുന്നത്? അസംഷൻസ് ഒക്കെ നമ്മൾ എന്താണ് സ്റ്റാർ മാർക്ക് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമൈൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനകത്ത് നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എവിടെ എക്സ്പ്ലെയിൻ ചെയ്യും? നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. കൃത്യമായിട്ട് നമ്മളത് പഠിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഒന്നും അങ്ങനെ നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാനുള്ളതല്ല. അത് വൈഡായിട്ട് പഠിക്കാനുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ടത് പഠിക്കും. വീണ്ടും വന്നേക്കാണ്. ഏത് ക്വസ്റ്റ്യൻ തന്നെയാണ്? അതേ രീതിയിലുള്ള നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാണ്. നെറ്റ് ഇൻകം അപ്രോച്ച് വാട്ട് ഹാപ്പൻ വെൻ ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻക്രീസസ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് കൂടുകയാണ്? ഡെപ്റ്റ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ഡെപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. എന്ത് വാല്യൂ ഓഫ് ദ ഫേം കൂടും. അങ്ങനെയല്ലേ പഠിച്ചത്? വാല്യൂ ഓഫ് ദ ഫേം ഡിക്രീസ് ആണോ? ഇല്ല, വാല്യൂ ഓഫ് ദ ഫേം കൂടുന്നതാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ആണ്. വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ആണ്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് മോർ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, വാല്യൂ ഓഫ് ദ ഫേം കൂടും. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗാട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. ഞാൻ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ IMF, വേൾഡ് ബാങ്ക് ഒക്കെ വരുന്ന ഇന്റർനാഷണൽ ഫിനാൻസിനകത്ത് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. സോ ഗാട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. പ്രൊമോട്ടിംഗ് എന്താണ്? ബൈലാറ്ററൽ ട്രേഡ് ആണോ? പ്രൊമോട്ടിംഗ് ദ ഫ്രീ ആൻഡ് ഫെയർ ഇന്റർനാഷണൽ ട്രേഡ് ആണോ? എൻകറേജിംഗ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ആണോ? റെസ്ട്രിക്റ്റിംഗ് ദ ഫോറിൻ ഇൻഡസ്ട്രീസ് ആണോ? വളരെ സിമ്പിൾ അല്ലേ? ഗാട്ട് എന്തിനു വേണ്ടിയാണ് മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഗാട്ട് എയിംസ് ടു റെഡ്യൂസ് ദ താരിഫ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സ് ടു പ്രൊമോട്ട് ദ ഫ്രീ ആൻഡ് ഫെയർ ഇന്റർനാഷണൽ ട്രേഡ് എമംഗ് ദി കൺട്രി. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കിയാൽ യൂസിങ് ഒറിഗോ റൗണ്ട്. ഗാട്ടിനകത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ആയിരുന്നു ഒറിഗോ റൗണ്ട്. ഒറിഗോ റൗണ്ട് ഓഫ് ഗാട്ട് നെഗോഷിയേഷൻ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് എന്തിന്റെ ഫോർമേഷൻ ആണ്? വിച്ച് ഓർഗനൈസേഷന്റെ ഫോമിനാണ് കാരണമാക്കിയത്? ഗാട്ടിന്റെ ഒറിഗോ റൗണ്ട് കാരണമാക്കിയതാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഗാട്ടിന്റെ ഒറിഗോ റൗണ്ട് വഴി ഉണ്ടായത് ആരാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ആണോ? അതോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ആണോ? യുണൈറ്റഡ് നേഷൻ ആണോ? വേൾഡ് ബാങ്ക് ആണോ? ഏതാണ്? മക്കളെ പഠിച്ചതല്ലേ? ഒറിഗോ റൗണ്ട് വഴി ക്രിയേറ്റഡ് ആയിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? 8th റൗണ്ട് ആണ് എന്ന് പറയുന്നത്. ഗാട്ടിന്റെ 8th റൗണ്ട് ആണ് ഒറിഗോ റൗണ്ട്. ആ ഒറിഗോ റൗണ്ട് എത്ര നാളുണ്ടായിരുന്നു? 1986 മുതൽ 1994 വരെ ഉണ്ടായിരുന്നു. ഇത് ലീഡ്സ് ടു എസ്റ്റാബ്ലിഷ് ദ WTO അല്ലെ? WTOയുടെ എസ്റ്റാബ്ലിഷിന് കാരണമാക്കിയതാണ് എന്നാണ് 1995. ഓർത്തു വെച്ചോണം കേട്ടോ. And which of the following is not covered under TRIPS agreement? TRIPS agreement അണ്ടറിൽ വരാത്തത് നോട്ട് കവേർഡ്. ട്രിപ്സ് എഗ്രിമെന്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഫിനാൻസിനകത്ത് അല്ലെ? ഏതാണ്? കോപ്പിറൈറ്റ്, താരിഫ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ്. എളുപ്പമാണ്. ഏതാണ് ട്രിപ്സിനകത്ത് വരാത്ത? ഏതാണ്? ട്രിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡിംഗ് റിലേറ്റഡ് ഇന്റലക്ച്വൽ ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ് അല്ലേ? അതല്ല വരുന്നത്. ഏതാ ആൻസർ വരുന്നത്? ഏതാണ്? ട്രിപ്സ് ഡീൽസ് വിത്ത് ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ലൈക്ക് കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ആൻഡ് പേറ്റന്റ് അല്ലെ? താരിഫ് അതിനകത്ത് വരത്തില്ല. ആൻസർ ഏതാണ്? ബി ആണ് വരുന്നത്. അടുത്ത നോക്കിയാൽ WTO പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് പറഞ്ഞേക്കാണ്. WTO എയിംസ് ടു പ്രൊമോട്ട് ദ ഫ്രീ ട്രേഡ് ഗ്ലോബലി പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് WTO എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 തന്നേക്കാണ്. WTO റീപ്ലേസസ് ദ ഗാട്ട് എഗ്രിമെന്റ്. WTO എന്തിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്? ഗാട്ട് എഗ്രിമെന്റിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. മക്കളെ നമ്മൾ WTO പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നേക്കുന്നത്. ആൻസർ എ ആണ് അല്ലെ? അതായത് എന്താണ്? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. WTO പ്രൊമോട്ട് ദ ഗ്ലോബൽ ട്രേഡ് ആൻഡ് സക്സീഡ് ഗാട്ട് ഇൻ 1995. അടുത്ത നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പോണന്റ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് കമ്പോണന്റ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ് കമ്പോണന്റ് അല്ലേ? ഇനി ഏതാണ്? ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന കമ്പോണന്റ് ആയിട്ട് വരുന്നതാണോ? അല്ല. Physical policy related to the government revenue and expenditure and through its impact on the economy. It is not a component of financial system. അടുത്തത് നോക്കിയേ. വിച്ച് among the following is the primary function of ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ലിങ്കിങ് ദ സേവിങ്സ് ടു ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള
ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ, ലിങ്കിങ് ദ സേവിങ്സ് ടു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ദ കോർ ഫംഗ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ടു ചാനൽ ദ സേവിങ്സ് ഫ്രം ദ സർപ്ലസ് യൂണിറ്റ്സ് ടു എന്താണ് ഡെഫിസിറ്റ് യൂണിറ്റ്സ് ആണ് എസ്റ്റാബ്ലിഷിംഗ് ദ വെൽത്ത് ക്രിയേഷൻ ഓഫ് ആൻ എക്കണോമിക് ഡെവലപ്മെന്റ്. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ നൽകിക്കൊണ്ട് CC ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സജഷൻസുകളെല്ലാം കൃത്യമായിട്ട് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ആപ്പിലോ അതായത് നമ്മുടെ ആപ്പുകൾ അതായത് നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് എന്താണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് അതിലെ ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ CC നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട്, ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ചേരുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത ഒരു സക്സസ് മീറ്റിൽ നിങ്ങളും ഉണ്ടായിരിക്കും. സെറ്റ് നേടിയെടുത്ത ആളുകളായിട്ട് നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇപ്പോൾ പഠിക്കാനായിട്ട് തയ്യാറാകുന്നവർ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആകുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക്